പ്രിയപ്പെട്ട കുട്ടികളെ, SSLC സോഷ്യൽ സയൻസ് പരീക്ഷ തിങ്കളാഴ്ച നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് SSLC മോഡൽ പരീക്ഷയുടെ ഫെബ്രുവരി മാസത്തിൽ നടന്ന 2025 നടന്ന മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പറയുന്നത്. ടൈം 2.5 മണിക്കൂറായിരിക്കും. ടോട്ടൽ 80 മാർക്കിന്. അതുപോലെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ചോദ്യം: ചുവടെ നൽകിയിരിക്കുന്നവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ്സ്. ഉത്തരമായിട്ട് വരേണ്ടത് സൗരോർജമാണ്. അടുത്തത്: ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ കേന്ദ്ര സർവീസിൽ പെടുന്നതേത്? കേന്ദ്ര സർവീസിൽ പെടുന്നതാണ് ചോദിച്ചത്. ഉത്തരമായിട്ട് വരേണ്ടത് IFS, ഇന്ത്യൻ സർവീസ്. അടുത്ത ചോദ്യം: ചുവടെ തന്നിരിക്കുന്നവയിൽ കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതിയിൽ പെടാത്തത്? ഉത്തരം സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ്. 5-ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഹിമാലയൻ നദികളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക. ശരിയായത്: സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. വിസ്തൃതി കുറഞ്ഞവയല്ല, അതുപോലെ ചെറിയ നദികളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ജലസേചന ശേഷി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടായിരിക്കും. 6, അഭിമുഖത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആവശ്യമായ വ്യക്തികളെ കണ്ടെത്തുക, ഉചിതമായ ചോദ്യങ്ങൾ ഒരുക്കുക, സമയക്രമീകരണം, ഫലവത്തായ രീതിയിലുള്ള ആശയവിനിമയം, വിവരങ്ങൾ ക്രമപ്പെടുത്തലും റിപ്പോർട്ട് തയ്യാറാക്കലും. 7-ാമത്തെ ചോദ്യം: അഴിമതി തടയുന്നതിനായി ഇന്ത്യയിൽ രൂപം നൽകിയിട്ടുള്ള ഏതെങ്കിലും 3 സ്ഥാപനങ്ങളുടെ പേരെഴുതുക. ഉത്തരം: 1 ലോക്പാൽ, ലോകായുക്ത, ഓംബുഡ്സ്മാൻ, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. 8-ാമത്തെ ചോദ്യം: ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിച്ച പങ്ക് വ്യക്തമാക്കുക. ഉത്തരങ്ങൾ നോക്കുക. ഇവിടെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. പുരാതന കാലം മുതൽ തന്നെ വടക്കു പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ നമ്മളെ സംരക്ഷിച്ചു പോരുന്നു. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിക്കുന്നു. ശൈത്യകാലത്ത് വടക്ക് നിന്നു വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമായി. നദികളുടെ ഉത്ഭവ പ്രദേശം കൂടിയാണ്. 9-ാമത്തെ ചോദ്യം: മുംബൈ ഇന്ത്യയുടെ പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രമാകുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ എന്തെല്ലാം? ഉത്തരം: സമീപ പ്രദേശങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായ ലഭ്യത, കുറഞ്ഞ നിരക്കിൽ ഊർജ ലഭ്യത, മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ചുള്ള കയറ്റിറക്കുമതി സാധ്യതകൾ. അടുത്ത പോയിന്റ്: ശുദ്ധജല ലഭ്യത. അടുത്തത്: മനുഷ്യ വിഭവ ലഭ്യത. 10-ാമത്തെ ചോദ്യം: നികുതി എന്നാൽ എന്ത്? വിവിധ തരം നികുതികൾ ഏതെല്ലാം? ഉത്തരം: ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താൽപ്പര്യത്തിനു വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി. 2 ഇനം നികുതികൾ: പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി. 11-ാമത്തെ ചോദ്യം: അനുയോജ്യമായി B കോളം ക്രമപ്പെടുത്തി എഴുതുക. A കോളത്തിൽ വനിതാ സർവകലാശാല, കേരള കലാമണ്ഡലം, വിശ്വഭാരതി, ജാമിഅ മില്ലിയ. ഇത് ആരൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നു കാണാം. വനിതാ സർവകലാശാല DK കാർവേ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. വിശ്വഭാരതി സർവകലാശാല രവീന്ദ്രനാഥ ടാഗോർ. ജാമിഅ മില്ലിയ MI അൻസാരി. 12-ാമത്തെ ചോദ്യം: ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. പോയിന്റുകൾ നോക്കുക. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഇതിൻ്റെ നേതാവ് K. കേളപ്പനായിരുന്നു. AK ഗോപാലൻ വളണ്ടിയർ ക്യാപ്റ്റനായിരുന്നു.
ഈ സത്യാഗ്രഹത്തിൽ പി കൃഷ്ണപിള്ളക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. ഈ സമരങ്ങളുടെ ഫലമായി തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. 13ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വിവിധ വകുപ്പുകളും സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അവയിൽ ഏതെങ്കിലും 2 വിശദമാക്കുക. ഒന്നാമത്തേത് ലീഗൽ മെട്രോളജി വകുപ്പ്. അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണിത്. അടുത്തത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്താനാണിത്. അടുത്തത് കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി. മരുന്നുകളുടെ വില നിയന്ത്രിക്കാനായിട്ട്. അടുത്തത് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്. മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്താൻ. ഇവിടെ 2 വിശദീകരിക്കാൻ പറഞ്ഞത്. 4 ജസ്റ്റ് ഒന്ന് പോയിൻ്റുകൾ മാത്രം കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്തത് നിസ്സഹകരണ സമരത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം എഴുതുക. 1. നികുതി നൽകാതിരിക്കുക. ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക. വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. കോടതികൾ ബഹിഷ്കരിക്കുക. തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക. ഇതൊക്കെയായിരുന്നു നിസ്സഹകരണ സമരത്തിൻ്റെ സവിശേഷതകൾ. അടുത്തത് ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്. ഉൽപ്പാദനം, വിതരണം, സംഭരണം 13ാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു പോയിൻ്റാണിത്. അടുത്ത ചോദ്യം 16. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാന ഭൂനികുതി സമ്പ്രദായങ്ങൾ ഏതെല്ലാം? ഒന്നാമത്തേത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റാഡ്വാരി വ്യവസ്ഥ, മൽവാരി വ്യവസ്ഥ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായി പഠിച്ചിട്ടുണ്ടാവും. അടുത്തത് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭഭായ് പട്ടേൽ വഹിച്ച പങ്കുകൾ എന്തെല്ലാം എന്നതാണ്. അതിൻ്റെ ഉത്തരം കേന്ദ്രമന്ത്രിസഭയിൽ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ചുമതല സർദാർ വല്ലഭഭായ് പട്ടേലിനായിരുന്നു. അദ്ദേഹം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി മലയാളിയായ VP മേനോനെ നിയമിച്ചു. ഇവർ 2 പേരും കൂടിച്ചേർന്ന് ഒരു ലയന കരാർ തയ്യാറാക്കി. അതനുസരിച്ച് വിദേശകാര്യം, വാർത്താവിനിമയം, പ്രതിരോധം ഇവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം എന്നതായിരുന്നു. അടുത്തത് ജനകീയ പ്രതിഷേധങ്ങളും ഗവൺമെൻറ്റിൻ്റെ പ്രായോഗിക സമീപനവും മൂലം ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ലയനക്കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. 17ാമത്തെ ചോദ്യം. അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? ഉത്തരം രസബാരോമീറ്റർ. അടുത്തത് ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. ഉത്തരം സമമർദ്ദ രേഖകൾ. അടുത്തത് ഉയരവും അന്തരീക്ഷ മർദ്ദവും. അതുമായി ബന്ധപ്പെട്ടത് ഉയരം കൂടുന്തോറും അന്തരീക്ഷ മർദ്ദം കുറയുന്നു. അടുത്തത് വസന്തകാലത്തിൻ്റെ പ്രത്യേകത. വസന്തകാലം മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമായിരിക്കും. അടുത്ത പോയിൻ്റ് ശൈത്യകാലത്തിൽ നിന്നും വേനൽക്കാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലം കൂടിയാണ് വസന്തകാലം. ചെടികൾ തളിർക്കുന്നതും പുഷ്പിക്കുന്നതും മാവ് പൂക്കുന്നതും പ്ലാവുകളിൽ ചക്കയുണ്ടാകുന്നതും ഈ കാലത്തിൻ്റെ സവിശേഷത കൂടിയാണ്. ഇതാണ് വസന്തകാലത്തിൻ്റെ പ്രത്യേകതകൾ. 18 കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം? അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഇവയുടെ ഉത്തരം കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങൾ ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, അതുപോലെ നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത്, നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഇവയായിരുന്നു കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങൾ. അടുത്തത് സ്വതന്ത്ര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങൾ നോക്കാം. നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി, ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ ഗവേഷണ സമിതി എന്നിവ ആരംഭിച്ചു. അടുത്തത്
ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ എന്നിവയ്ക്ക് ഹോമി ജെ ഭാഭ നേതൃത്വം നൽകി. അടുത്തത് 5 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ സ്ഥാപിച്ചു. അടുത്ത പോയിൻ്റ്, മെഡിക്കൽ വിദ്യാഭ്യാസം, ബയോമെഡിസിൻ, എഞ്ചിനീയറിംഗ്, ജനിതകശാസ്ത്രം, ജൈവ സാങ്കേതികവിദ്യ, ആരോഗ്യം, ഗതാഗതം, സമുദ്ര ഗവേഷണം, വിവര സാങ്കേതികവിദ്യ, ആണവോർജം, ഈ മേഖലകളിലെല്ലാം ഇന്ത്യ മഹത്തായ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു. അടുത്ത ചോദ്യം, മൈക്രോ ഫിനാൻസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസവും നൈപുണ്യവും മെച്ചപ്പെടുത്തുന്നതിനായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള ചില പദ്ധതികൾ താഴെ നൽകിയിട്ടുണ്ട്. അവയുടെ ലക്ഷ്യങ്ങൾ എഴുതണം. ഒന്ന് SSC ആണ്, സമഗ്ര ശിക്ഷ അഭിയാൻ. അടുത്തത് രാഷ്ട്രീയ ഉച്ചതൽ ശിക്ഷ അഭിയാൻ, RUSA. ഇവയാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്. ആദ്യത്തേത് നോക്കാം. മൈക്രോ ഫിനാൻസ്, അത് വ്യക്തികളിൽ നിന്ന് പണം സമാഹരിച്ച് കൂട്ടായ സാമ്പത്തിക വികസനത്തിന് സഹായിക്കുന്നു. പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്നു. സമ്പാദ്യശീലം വളർത്തുന്നു. വ്യക്തിഗത കഴിവുകൾ ഗ്രൂപ്പ് വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നു. അടുത്തത് അംഗങ്ങൾക്ക് അവശ്യ സമയത്ത് വായ്പ നൽകുന്നു. അടുത്തത് ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നു. അടുത്ത പോയിൻ്റ് നോക്കാം. സമഗ്ര ശിക്ഷ അഭിയാൻ അതെന്താ എന്ന് പോയിൻ്റുകൾ മാത്രം പറയുന്നു. സാർവത്രിക വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി വരെ ഉറപ്പുവരുത്തുന്നു, SSA. തുല്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുന്നു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുക. SCERT, ഡയറ്റ് തുടങ്ങിയ അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുക. ഇതൊക്കെയാണ് SSAയുടെ ലക്ഷ്യങ്ങൾ, അവയുടെ പ്രത്യേകത. അടുത്തത് രാഷ്ട്രീയ ഉച്ചതിൽ ശിക്ഷ അഭിയാൻ, അതുമായി ബന്ധപ്പെട്ടത് ഉന്നത വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കുക. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുക. അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ത്യയിലെ വിവിധ തരം പൗരത്വങ്ങൾ അല്ലെങ്കിൽ പൗരബോധവും ധാർമ്മികതയും തമ്മിലുള്ള ബന്ധം, ഇവയാണ് നമുക്ക് വിശദീകരിക്കേണ്ടത്. പൗരത്വം, ഒന്ന് സ്വാഭാവിക പൗരത്വം, അത് ജന്മനാ ലഭിക്കുന്നതാണ്. അതുപോലെ ആർജിത പൗരത്വം, ഇത് മറ്റൊരു രീതിയിൽ നമുക്ക് ലഭിക്കുന്ന പൗരത്വമാണ്. ഒരു രാജ്യത്തെ നിലവിലുള്ള നിയമാനുസൃത നടപടികൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടിയെടുക്കുന്നതാണ് ആർജിത പൗരത്വം. അടുത്തത് പൗരബോധവും ധാർമ്മികതയും. നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞു നന്മയെ സ്വീകരിക്കുകയും കടമകൾ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുകയുമാണ് ധാർമ്മികത എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സമൂഹത്തോടും രാജ്യത്തോടുമുള്ള കടമ നിറവേറ്റുക, അത് ഓരോ വ്യക്തിയുടെയും ധർമ്മമാണ് എന്ന് വിശ്വസിക്കുക. ധാർമ്മികത പൗരബോധത്തെ സഹായിക്കുന്നു. അധാർമിക പൗരബോധം ഇല്ലാതാക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ധാർമ്മിക ബോധം സൃഷ്ടിക്കലാണ് പൗരബോധം വളർത്തിയെടുക്കാനുള്ള ഫലപ്രദമായ മാർഗം. അടുത്തത് ധാരാതലീയ ഭൂപടങ്ങളിൽ പൊതുവായി കാണപ്പെടുന്ന സാംസ്കാരിക സവിശേഷതകൾ എന്തെല്ലാം? അതല്ലെങ്കിൽ നാം ഉത്തരം എഴുതേണ്ടത് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതകളാണ്. 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഭാഗത്തൊക്കെ വരുന്നത്. ധാരാതലീയ ഭൂപടങ്ങളിലെ മനുഷ്യ നിർമ്മിത സവിശേഷതകളാണ് സാംസ്കാരിക സവിശേഷതകൾ. ഉദാഹരണം, കോട്ട, അമ്പലം, ക്രിസ്ത്യൻ പള്ളി, വാസസ്ഥലം, റോഡ്, ശവപ്പറമ്പ്, റെയിൽവേ പാളം. ഇതൊക്കെ ഈ ഭൂപടത്തിൻ്റെ സവിശേഷതകളാണ്. അടുത്ത സ്ഥിര ഉപഗ്രഹങ്ങളെക്കുറിച്ച് നോക്കാം. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലായിരിക്കും. അടുത്ത പോയിൻ്റ്, ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിനായിരിക്കും ഇവ വിക്ഷേപിക്കുന്നത്. ഭൂമിയുടെ 1/3 ഭാഗം ഇതിൻ്റെ നിരീക്ഷണ പരിധിയിലുണ്ടായിരിക്കും. അടുത്തത് വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും ഇത് ഉപയോഗിക്കുന്നു. ഉദാഹരണം, ഇൻസാറ്റ്. അടുത്ത പോയിൻ്റ്, ചുവടെ നൽകിയിരിക്കുന്ന ചാർട്ട് പൂർത്തിയാക്കുക.
രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തം. ദൈവദത്ത സിദ്ധാന്തമുണ്ട്. പിന്നെ ഏതോ ഒരു സിദ്ധാന്തം നമ്മളിവിടെ ചേർക്കേണ്ടതുണ്ട്. അടുത്തത് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം. ശക്തരായവർ ദുർബലരായവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചതിലൂടെ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ട. ഇതുമായി ബന്ധപ്പെട്ട പോയിൻ്റുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഒന്നാമത്തെ പോയിൻ്റ്, സ്ഥലത്ത് വേണ്ടത് രാഷ്ട്രം ദൈവസൃഷ്ടിയാണ്. പരിണാമ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടത് താഴെ കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾ രൂപം നൽകിയ ഒരു കരാറിലൂടെ രാഷ്ട്രം നിലവിൽ വന്നു. ശക്തി സിദ്ധാന്തം, ഇവിടെ വരേണ്ടത് ശക്തി സിദ്ധാന്തം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വാണിജ്യ ബാങ്കുകൾ നൽകുന്ന വായ്പകളാണ് പണവായ്പയും ഓവർ ഡ്രാഫ്റ്റും. ഇവ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അല്ലെങ്കിൽ നമ്മൾ എഴുതേണ്ടത് തൊഴിൽ പങ്കാളിത്ത നിരക്കും ആശ്രയത്വ നിരക്കും താരതമ്യം ചെയ്യുക. പോയിൻ്റുകൾ മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. പണവായ്പയുമായി ബന്ധപ്പെട്ട പോയിൻ്റ് നോക്കുക. ഭൗതിക ആസ്തികൾ, സ്ഥിര നിക്ഷേപങ്ങൾ, ശമ്പളപത്രം തുടങ്ങിയ ഈടുകൾ സ്വീകരിച്ച് ബാങ്കുകൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയാണ് പണവായ്പ. അടുത്തത് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള സൗകര്യമാണ് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്കുമായി തുടർച്ചയായി ഇടപാടുകൾ നടത്തുന്ന വ്യക്തികൾക്കാണ് ഈ സൗകര്യം ബാങ്ക് ഒരുക്കി നൽകുന്നത്. സാധാരണയായി പ്രചലിത നിക്ഷേപമുള്ളവർക്കാണ് ഈ അവസരം നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്തത് തൊഴിൽ പങ്കാളിത്ത നിരക്കുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. 15 വയസ്സിനും 59 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരിൽ തൊഴിലുള്ളവരും തൊഴിൽ അന്വേഷകരുമായവരുടെ എണ്ണം ആകെ ജനസംഖ്യയും തമ്മിലുള്ള അനുപാതമാണ് തൊഴിൽ പങ്കാളിത്ത നിരക്ക്. തൊഴിൽ പങ്കാളിത്ത നിരക്ക് എന്നാൽ എന്ത്? 15 ഈ പ്രായത്തിനിടയിലുള്ള തൊഴിൽ ചെയ്യുന്നതും അതുപോലെ തൊഴിൽ അന്വേഷകരുമായവരുടെ എണ്ണം, ഇവയുടെ അനുപാതമാണ് തൊഴിൽ പങ്കാളിത്ത നിരക്ക്. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിവുള്ളവരാണ് ഈ തൊഴിൽ പങ്കാളിത്ത നിരക്കിൽ ഉൾപ്പെടുന്ന വിഭാഗം എന്ന് മനസ്സിലാക്കുക. അടുത്തത് ആശ്രയത്വ നിരക്ക്. 0 മുതൽ 14 വരെയുള്ള ഈ വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകൾ, അതുപോലെ 60 വയസ്സിന് ശേഷമുള്ള ആളുകൾ ഈ വിഭാഗത്തിൽ പെടുന്നു. ആകെ ജനസംഖ്യയിൽ ഇവരുടെ അനുപാതത്തെ ആശ്രയത്വ നിരക്ക് എന്നാണ് പറയുന്നത്. ഈ വിഭാഗം അധ്വാനശേഷിയുള്ള വിഭാഗത്തെ ആശ്രയിച്ചു കഴിയുന്നവരാണ്. ആശ്രയത്വ നിരക്ക് വർദ്ധിക്കുന്നത് ആളോഹരി വരുമാനം കുറയുന്നതിനിടയാക്കുന്നു എന്ന പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിലെ 24ാമത്തെ ചോദ്യം മൺസൂണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ് മൺസൂൺ എന്നതാണ്. ഒരു വർഷക്കാലയളവിനുള്ളിൽ കാറ്റിൻ്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ. മൺസൂൺ കാറ്റുകൾ രൂപം കൊള്ളുന്നത് എങ്ങനെ എന്നും ആ ചോദ്യത്തിലുണ്ട്. അതിൻ്റെ ഉത്തരം, അച്ചുതണ്ടിൻ്റെ ചരിവ് നിമിത്തം സൂര്യരശ്മികൾ ചില മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്കായിരിക്കും ലംബമായി പതിക്കുക. ഇത് ഈ പ്രദേശങ്ങളിലെ താപനില വർദ്ധിക്കുന്നതിന് കാരണമാകും. അതിനനുസരിച്ച് മർദ്ദമേഖലകൾക്കും വടക്കോട്ട് നേരിയ തോതിൽ സ്ഥാനമാറ്റമുണ്ടാകും. ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലത്ത് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല ITCZ വടക്കോട്ട് നീങ്ങുമ്പോൾ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും മധ്യരേഖ കടന്ന് വടക്കോട്ട് നീങ്ങും. മധ്യരേഖ കടക്കുന്നതോടെ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ കോറിയോലിസ് പ്രഭാവം മൂലം വ്യതിയാനം സംഭവിച്ച് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നു. അതുപോലെ അതിൻ്റെ ഒരു പോയിൻ്റാണ്, ഉയർന്ന പകൽച്ചൂട് നിമിത്തം കരയുടെ മുകളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം സമുദ്രോപരിതലത്തിലൂടെ വീശുന്ന ഈ കാറ്റുകളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നതും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് കാരണമാകുന്നു. അടുത്ത പോയിൻ്റ് നമുക്ക് നോക്കാം. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്താണ് എന്ന്. 180 ഡിഗ്രി രേഖാംശരേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നത്. ഈ രേഖയുടെ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ 24 മണിക്കൂറിൻ്റെ സമയവ്യത്യാസമുണ്ട്.
ഈ രേഖ മുറിച്ച് കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ കലണ്ടറിൽ ഒരു ദിവസം കിഴക്കോട്ട് പോകുന്നവർ ഒരു ദിവസം കുറച്ചും സമയം കണക്കാക്കും. അതുപോലെ കരഭാഗം ഒഴിവാക്കിയാണ് ഈ രേഖ കടന്നു പോകുന്നത്. ഈ രേഖാംശരേഖ നേർരേഖയല്ല എന്നതും ഒരു പോയിൻ്റാണ്. അടുത്തത് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്താണ് എന്ന പോയിൻ്റാണ്. അടുത്തത് 25ാമത്തെ ചോദ്യം. കച്ചവടത്തിനായി അമേരിക്കയുടെ കപ്പലുകളോ ഇംഗ്ലണ്ടിൻ്റെ കപ്പലുകളോ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നത് ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ പറയുന്നു. അടുത്തത് കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില ഇവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ അയക്കാൻ പാടുള്ളൂ എന്നതായിരുന്നു ഈ നിയമത്തിലൊരു പോയിൻ്റ്. അടുത്തത് കോളനികളിലെ നിയമപരമായ എല്ലാ രേഖകളിലും ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പ് പതിച്ചിരിക്കണം എന്നതിൽ നിഷ്കർഷിച്ചിരുന്നു. കോളനികളിലെ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ താമസ സൗകര്യങ്ങളും മറ്റും കോളനിക്കാർ നൽകണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം ടാക്സ് നൽകണം എന്നും ഉണ്ടായിരുന്നു. അടുത്ത പോയിന്റിലേക്ക് പ്രവേശിക്കാം. ചില ചിന്തകന്മാരെക്കുറിച്ചാണ് 27ാമത്തെ ചോദ്യം ചോദിച്ചിരുന്നത്. ഒന്ന് ജോൺ ലോക്ക്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. അടുത്തത് തോമസ് പെയിനുമായി ബന്ധപ്പെട്ട ഒരു വാല്യബിളായ ഒരു വാക്യമാണ്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. അടുത്തത് ഫാഷിസത്തിൻ്റെ സവിശേഷതകളാണ്. സെക്കൻഡ് ലാസ്റ്റ് ചോദ്യം. ജനാധിപത്യത്തോടുള്ള വിരോധം അത് ഫാഷിസത്തിൻ്റെ സവിശേഷതയാണ്. അടുത്തത് സോഷ്യലിസത്തോടുള്ള എതിർപ്പ്, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കൽ, വംശമഹിമ ഉയർത്തിപ്പിടിക്കൽ, യുദ്ധത്തെ മഹത്വവൽക്കരിക്കൽ, തീവ്രദേശീയത പ്രചരിപ്പിക്കൽ, സൈനിക സ്വേച്ഛാധിപത്യം, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ. അടുത്തത് മുസോളിനിയുടെ നടപടികൾ. അവസാനത്തെ ചോദ്യമാണ്. സോഷ്യലിസ്റ്റുകൾ, തൊഴിലാളി കർഷക നേതാക്കൾ എന്നിവരെ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളായി മുസോളിനി പ്രഖ്യാപിച്ചു. അടുത്തത് ഫാഷിസ്റ്റ് പാർട്ടിയെ എതിർത്തവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. ഇദ്ദേഹം ഒരു ഫാസിസ്റ്റായിരുന്നു. അടുത്തത് കരിങ്കുപ്പായക്കാർ എന്ന സൈനിക വിഭാഗത്തെ ഉപയോഗിച്ച് എതിരാളികളെ അടിച്ചമർത്തി. അടുത്തത് എത്യോപ്യ, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങളെ ആക്രമിച്ചു. പ്രിയ കുട്ടികളെ, ഈ ക്ലാസ് ഉപകാരപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. എല്ലാവർക്കും A+ കൂടിയ വിജയാശംസകൾ.